ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമിയ മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് ലിൻഡർ ഹൈപ്പോത്തിസിസ് എന്താണെന്ന്. ഇപ്പൊ ലിൻഡർ ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ട്രേഡിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇക്കണോമിക്സിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു ഇമ്പോർട്ടന്റ് ഐഡിയ ആണ്. അപ്പോൾ ഈ ഐഡിയ എന്താണ് എന്നാണ് നമ്മൾ ഈ സെഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. സ്വീഡിഷ് ഇക്കോണമിസ്റ്റ് ആയിട്ടുള്ള സ്റ്റെഫാൻ ലിൻഡർ എന്ന വ്യക്തി 1961 കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് ലിൻഡർ ഹൈപ്പോത്തിസിസ് എന്ന് പിന്നീട് അറിയപ്പെട്ടത്. അപ്പൊ എന്താണ് ഇതിന്റെ ബേസിക് ഐഡിയ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ഇക്കണോമിക്സിൽ കാണുമ്പോൾ ഇന്റർനാഷണൽ ട്രേഡ് ഉണ്ട് അല്ലെ. അതായത് ഇന്റർനാഷണൽ ട്രേഡ് എന്നാൽ ട്രേഡ് ബിറ്റ്വീൻ നേഷൻസ്. ട്രേഡ് ബിറ്റ്വീൻ നേഷൻസ്. പല രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ട്രേഡ് റിലേഷനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊക്കെ ഇന്റർനാഷണൽ സ്പിയറിലേക്ക് നോക്കുമ്പോൾ പല രാജ്യത്തിനും പല ഇൻകം ലെവൽസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പുവർ നേഷൻസിനെ കാണാം, അല്ലെങ്കിൽ നേഷൻസ് വിത്ത് ലോ ഇൻകം ഉള്ള കുറച്ച് നേഷൻസിനെ കാണാം, ഹൈ ഇൻകം ഉള്ള കുറച്ച് നേഷൻസിനെ കാണാം, അതേപോലെ മോഡറേറ്റ് ഇൻകം ഉള്ള കുറച്ച് നേഷൻസിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാ നേഷൻസിനും ഒരേ ലെവൽ ഓഫ് ഇൻകം അല്ല, പല നേഷൻസിനും പല ലെവൽ ഓഫ് ഇൻകം ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ നേഷൻസിന്റെ ഇൻകം ലെവലിനെ എടുക്കേണ്ടത്? അപ്പോൾ ആസ് പെർ സ്റ്റെഫാൻ ലിൻഡർ ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അദ്ദേഹം ഇൻകം ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ഹൈപ്പോത്തിസിസ് ബിൽഡ് ചെയ്തത്. അദ്ദേഹം പറയുന്നത് അനുസരിച്ചിട്ട് ഒരേ പാറ്റേണിലുള്ള ഇൻകം ഉള്ള നേഷൻസ്, അല്ലെങ്കിൽ ഒരേ ലെവൽ ഓഫ് ഇൻകം ഉള്ള നേഷൻസ്, സെയിം ലെവൽ ഓഫ് ഇൻകം ഉള്ള അല്ലെങ്കിൽ സിമിലർ ലെവൽ ഓഫ് ഇൻകം ഉള്ള നേഷൻസിന് അവർക്ക് തമ്മിൽ ട്രേഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് പോകാനായിട്ടുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഇപ്പൊ ലിൻഡർ പറയുന്നതനുസരിച്ചിട്ട് ഇവരുടെ കൺസ്യൂമർ ഡിമാൻഡ് സെയിം ആയിരിക്കും, ഇവരുടെ പാറ്റേൺസ് ഓഫ് കൺസ്യൂമർ ഡിമാൻഡ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. സെയിം അല്ല, സിമിലർ. സെയിം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി സെയിം എന്നുള്ളതാണ്, എക്സാക്ട്ലി ഈക്വൽ എന്നുള്ള കോണ്ടെക്സ്റ്റ് ആണ്. ബട്ട് സിമിലർ ആയിരിക്കും. അപ്പോ ഈ സിമിലർ പാറ്റേൺ ഓഫ് കൺസ്യൂമർ ഡിമാൻഡ് കാരണമാണ് നേഷൻസ് അവരുടെ ഇൻകം ലെവലിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ ലോ ഇൻകം ലെവലിലുള്ള നേഷൻസ് തമ്മിൽ ട്രേഡ് ചെയ്യുന്നു, ഹൈ ഇൻകം ലെവലിലുള്ള നേഷൻസ് തമ്മിൽ ട്രേഡ് ചെയ്യുന്നു, മോഡറേറ്റ് ഇൻകം ലെവലിലുള്ള നേഷൻസ് തമ്മിൽ ട്രേഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഹൈ ഇൻകം ലെവലിലുള്ള നേഷൻസിന് അവർക്ക് ലക്ഷറി കമ്മോഡിറ്റി ഒക്കെ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് തമ്മിൽ ട്രേഡ് ചെയ്യാം. ലോ ഇൻകം ലെവലുള്ള നേഷൻസിന് എപ്പോഴും അവർക്ക് നെസസിറ്റീസ് ആയിരിക്കും, നെസസറി ഗുഡ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് അല്ലെ. കാരണം ഇതെല്ലാം നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടല്ലേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഇൻകം ലെവൽ അനുസരിച്ചും നമ്മുടെ ആവശ്യം അനുസരിച്ചും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതേപോലെ ട്രേഡ് ചെയ്യും. സോ ദിസ് ഇസ് ദ ബേസിക് ഐഡിയ ഓഫ് ലിൻഡർ ഹൈപ്പോത്തിസിസ്. അഗൈൻ നേഷൻസിന്റെ ഇൻകം ലെവൽ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ട്രേഡിംഗ് പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സിമിലർ ഇൻകം ലെവൽസ് ഉള്ള നേഷൻസ് അവര് തമ്മിൽ ട്രേഡിങ്ങിന് എൻഗേജ് ചെയ്യുന്നു എന്നാണ് ലിൻഡർ പറയുന്നത്. അപ്പോ സിമിലർ ഇൻകം ലെവലിലുള്ള നേഷൻസ് അവർ എന്ത് ചെയ്യുന്നു? അവർ പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ ബേസിക് ആയിട്ട് കണക്കാക്കുന്ന ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഡിമാൻഡ്. ഡൊമസ്റ്റിക് ഡിമാൻഡ് എന്താണ്? ഡിമാൻഡ് ഫോർ ഡൊമസ്റ്റിക് റെസിഡൻസ്, ഡിമാൻഡ് ഓഫ് ഡൊമസ്റ്റിക് റെസിഡൻസ്. ഒരു പെർട്ടിക്കുലർ നേഷനിലെ അവിടെ ജീവിക്കുന്ന ആൾക്കാർ, റിസൈഡ് ചെയ്യുന്ന ആൾക്കാർ, അവിടെ ചിലപ്പോൾ ആ നേഷൻ തന്നെ സിറ്റിസൺസ് ജീവിക്കുന്നുണ്ടായിരിക്കും, നോൺ സിറ്റിസൺസും ജീവിക്കുന്നുണ്ടായിരിക്കും. വാട്ട് എവർ ആ റീജിയണിൽ, ആ ഒരു പൊളിറ്റിക്കൽ ബൗണ്ടറിയുടെ അകത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഡിമാൻഡ് അനുസരിച്ചിട്ടായിരിക്കും അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും അവിടെ എക്സ്പോർട്ട് നടക്കുന്നത്. ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത്?
ആൾക്കാരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അവിടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസും വരുന്നു. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോർ സർട്ടൻ കമ്മോഡിറ്റീസ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, നേഷൻസ് വിത്ത് സിമിലർ ഇൻകം ലെവൽസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരുടെ ഡിമാൻഡും അവരുടെ ഈ ഇൻക്രീസ് ചെയ്യപ്പെടുന്ന ഡിമാൻഡും സംതിങ് സിമിലർ ആയിരിക്കും. സിമിലർ പാറ്റേൺ ആയിരിക്കും അവരുടെ ഡിമാൻഡും കാണിക്കുന്നത്. സർട്ടൻ കമ്മോഡിറ്റീസ് വേണം എന്നുള്ള ചിന്താഗതി ഉണ്ടാവും. സർട്ടൻ കമ്മോഡിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കൂടുമെന്ന് നമ്മൾ മനസ്സിലാക്കി വെൻ ഇൻകം ഇൻക്രീസസ്. അപ്പോ ഇത് കാരണം ഉണ്ടാകുന്ന ഈ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നതും അവിടെ നമുക്ക് ഒരു സിമിലർ പാറ്റേൺ വിസിബിൾ ആയിരിക്കും എന്നാണ് ലിൻഡർ പറയുന്നത്. അപ്പോ എന്താണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻ? നമ്മൾ പറഞ്ഞു സിമിലാരിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. സിമിലാരിറ്റി ഇൻ ഇൻകം ലെവൽ. സിമിലാരിറ്റി ഇൻ ഇൻകം ലെവൽ. ഇൻകം ലെവലിലുള്ള സിമിലാരിറ്റി കാരണം ഇത് കൺസ്യൂമർ ഡിമാൻഡിലേക്ക് അതിനെ റിഫ്ലക്ട് ചെയ്യപ്പെടുത്തുന്നു. കൺസ്യൂമർ ഡിമാൻഡിലും ആ ഒരു സിമിലാരിറ്റി കാണുന്നു. അപ്പോൾ അത് കാരണം സിമിലർ ഇൻകം ലെവലുള്ള നേഷൻസ് തമ്മിൽ ട്രേഡ് ചെയ്യും. അപ്പൊ ഇതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ്? ആർക്കാണ് അഡ്വാൻറ്റേജ്? ഡെഫിനറ്റ് ആയിട്ടും ഈ ട്രേഡ് ചെയ്യുന്ന നേഷൻസിന് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ കോസ്റ്റ് കുറയുന്നു. പല രീതിയിൽ അവരുടെ കോസ്റ്റ് കുറയുന്നു. ഇപ്പൊ റിസർച്ചിന്റെ കേസിലാണെങ്കിലും, ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷന്റെ കേസിലാണെങ്കിലും, പ്രൊഡക്റ്റ് അഡാപ്റ്റേഷന്റെ കേസിലാണെങ്കിലും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഇതൊക്കെ തന്നെ കുറയാനുള്ള ചാൻസ് വരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നേഷൻസ്, ഇങ്ങനെ തമ്മിൽ ട്രേഡ് ചെയ്യുന്ന നേഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഇൻകം ലെവൽസ് എടുത്തിട്ട് തമ്മിൽ ട്രേഡ് ചെയ്യുന്ന നേഷൻസിന് അവർക്ക് അങ്ങനെ ട്രേഡ് ചെയ്യുന്നത് ഡെഫിനറ്റ് ആയിട്ട് അവരുടെ ഒരു കൺസ്യൂമർ ബിഹേവിയറിനെയും ട്രേഡ് പാറ്റേണിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ് ആയിട്ടും അതൊരു ഇക്കോണമിക്കലി വയബിൾ സിറ്റുവേഷൻ ആണ്. അവർക്ക് അഡ്വാൻറ്റേജസ് അത്രമാത്രം ഇങ്ങനത്തെ ട്രേഡ് പാറ്റേണിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും ബെനിഫിറ്റ് അവർക്ക് അതിൽ നിന്നും കിട്ടുന്നതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ട്രേഡ് റിലേഷനിലായിരിക്കും മിക്കവാറും കൂടുതലായും ഏർപ്പെടാൻ ചാൻസ് ഉള്ളത് എന്നാണ് ലിൻഡർ പറയുന്നത്. അപ്പോ ലിൻഡർ അദ്ദേഹത്തിന്റെ ഐഡിയ അങ്ങനെ പ്രപ്പോസ് ചെയ്തു. ജസ്റ്റ് ആ ഒരു ഐഡിയ ലേറ്റർ ലിൻഡർ ഹൈപ്പോത്തസിസ് എന്ന പേരിൽ അറിയപ്പെട്ടു. പക്ഷേ ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. എന്താണ് ആ പ്രശ്നം? ഇതൊരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഇത് ഇന്റർനാഷണൽ ഇക്കണോമിക്സിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. എസ്പെഷ്യലി ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ലിൻഡർ ഈ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മറ്റുള്ള ഇക്കോണമിസ്റ്റ് അവർ ഈ ഒരു ഐഡിയ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഡൗട്ട്. ഈ ഒരു ഹൈപ്പോത്തസിസ് എല്ലാ കാലവും നിലനിൽക്കുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണോ? അങ്ങനെ അവർ അതിന്റെ എംപിറിക്കൽ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പൊ എംപിറിക്കൽ വാലിഡിറ്റി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? അതിന് നമുക്ക് റിയൽ ലൈഫ് ഡേറ്റ വേണം. ഡേറ്റ പല പീരീഡ്സിലെ ഡേറ്റ വേണം, പല നേഷനിൽ നിന്നും ഡേറ്റ വേണം. അപ്പോൾ പല ഇൻകം ലെവലുള്ള പല നേഷൻസിന്റെയും ഡേറ്റ എടുത്തു ഫോർ പല ടൈം പീരീഡ്സ്. എന്നിട്ട് പല ഇക്കോണമിസ്റ്റും ഇതിനെ അനലൈസ് ചെയ്തു. ലിൻഡർ ഹൈപ്പോത്തസിസ് ശരിയാണോ എന്ന് അറിയാനായിട്ട്. അപ്പോഴാണ് പ്രശ്നം അവിടെ വരുന്നത്. എന്താണ്? പല ഇക്കോണമിസ്റ്റ് അനലൈസ് ചെയ്ത ഡേറ്റയിൽ നിന്നും അവർക്ക് മനസ്സിലായത് ലിൻഡർ ഹൈപ്പോത്തസിസ് ഹോൾഡ് ചെയ്യുന്നേയില്ല. ഒരു കാരണവശാലും ഹോൾഡ് ചെയ്യാത്ത സിറ്റുവേഷൻസും വരുന്നുണ്ടായിരുന്നു. എന്നാൽ മറ്റു ചില ഇക്കോണമിസ്റ്റ് നടത്തിയ മറ്റു ചില സ്റ്റഡീസിൽ ലിൻഡർ ഹൈപ്പോത്തസിസിനെ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എവിഡൻസ് ആയിരുന്നു വന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവൻ നൗ ലിൻഡർ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എ സബ്ജക്ട് മാറ്റർ ഓഫ് ഡിബേറ്റ് ആണ്. ഇപ്പോഴും അതിനെ ഡിബേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വെദർ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് കാരണം? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ലിൻഡർ പറഞ്ഞത് മാത്രമാണോ എന്ന്. എനിവേ, വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് ഇൻ ലിൻഡർ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ലിൻഡർ ഒരു കാരണവശാലും മറ്റു ഫാക്ടേഴ്സിനെ ഒന്നും നോക്കിയില്ല. അദ്ദേഹം ഇൻകത്തിന്റെ അല്ലെങ്കിൽ ഇൻകം ലെവലിന്റെ സിമിലാരിറ്റി മാത്രമാണ്
അദ്ദേഹം മനസ്സിലാക്കിയത്. ഈ ഒരു സിമിലാരിറ്റി കാരണം അങ്ങനെ സിമിലർ ആയിട്ടുള്ള ഇൻകം ഉള്ള നേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡിൽ ഏർപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അവിടെ മറ്റൊരു ഫാക്ടറിനെ പറ്റിയും റിസോഴ്സ് എൻഡോമെന്റ്സിന്റെ അവൈലബിലിറ്റിയെ പറ്റി, ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷനെ പറ്റി, കേപ്പബിലിറ്റിയെ പറ്റി, ഗവൺമെന്റ് പോളിസീസിനെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ നമുക്കറിയാം ഇതൊക്കെ തന്നെ റിയൽ ലൈഫ് ഇന്റർനാഷണൽ ട്രേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, ഇതൊക്കെ തന്നെ നമ്മുടെ റിയൽ ലൈഫ് ട്രേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ലിൻഡർ ഇതിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞില്ല. അപ്പൊ അത് ഒരു ഡ്രോബാക്ക് ആയിട്ട് ഇപ്പോഴും നമ്മൾ കണക്കാക്കുന്നു. ലിൻഡർ ഹൈപ്പോസിസിന്റെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ലിമിറ്റേഷൻ ആയിട്ട് അതിനെ നമ്മൾ കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ലിൻഡർ ഹൈപ്പോസിസിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ഇപ്പോഴും ഇന്റർനാഷണൽ ഇക്കണോമിക്സിൽ ഉണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. So that is it all about the idea of Linder hypothesis. So hope you understood the concept. ഇനി പറയാനായിട്ടുള്ളത് ലേൺ എക്കണോമി ആപ്പിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ വ്യക്തമായിട്ട് അറിയാം ലേൺ എക്കണോമി ആപ്പ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ്, ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റ്, ഇതൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ എല്ലാ ബെനിഫിറ്റ്സ്, ഈ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അഗൈൻ അടുത്തത് നമ്മുടെ ഫ്രീ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ആണ്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം ഫോർ ഡിസ്കഷൻസ്. പിന്നെ ഉള്ളത് ഒരു റിക്വസ്റ്റ് ആണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.